ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ, സാധാരണ വീടുകളിൽ കാണുന്ന കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. ടൈം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. മക്കൾസ് ആരും എണീറ്റിട്ടില്ല. അവർക്കൊരു 6:15 വിളിക്കാമെന്ന് വിചാരിച്ചു. മദ്രസൊക്കെ ഉള്ളതാണ്. ഇമ്മ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി രണ്ടടുപ്പിലും തീ കത്തിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെണ്ണീറൊക്കെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. ഇനി രണ്ടടുപ്പിലും തീ കത്തിച്ച് ആദ്യം ഒരടുപ്പിൽ കഞ്ഞിക്ക് വെള്ളം വെക്കണം. അത് കഴിഞ്ഞ് ഒരടുപ്പിൽ ചായക്കുള്ള കടി ഉണ്ടാക്കണം. ശരിക്ക് പണിക്ക് പോകാനുള്ളത് കൊണ്ടാണ് കേട്ടോ രണ്ടടുപ്പിലും തീ കത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒരടുപ്പിൽ തന്നെ തീ കത്തിക്കലുള്ളൂ. ചായക്കുള്ള കടി ആയതിനു ശേഷം ചോറിനുള്ള വെള്ളം വെക്കും. ഇന്ന് പണിയുള്ളതുകൊണ്ട് രണ്ടടുപ്പിലും തീ കത്തിച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ ചോറാകുമ്പോൾ ഒരടുപ്പിൽ കടി ഉണ്ടാക്കാം. ഇന്ന് മമ്പയർ ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത്. അത് തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി കുക്കറിലോട്ട് ഇടണം. ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തലേന്ന് തന്നെ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ ആയതുകൊണ്ട് കറണ്ട് വന്നും പോയി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാവ് കൂട്ടിയേക്കാൻ കുറച്ച് നേരം വൈകി. എന്നാലും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലുലുമോള് മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അവളെ ഒപ്പിച്ച് കൊണ്ടേക്കും. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ചോറിന് വേണ്ടിയിട്ട് വെക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കണം. അതിലുള്ള ആവി പോയിട്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. മമ്പയറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുള്ളിയിൽ തൂമിച്ചെടുക്കണം. തലേന്ന് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബത്തൽ മീനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ രാത്രിയിലാണ് മീൻ വാങ്ങാറ്, പകൽ വാങ്ങാറില്ല കേട്ടോ. രാത്രിയിൽ വാങ്ങുന്നത് തന്നെ പകലും എടുക്കാറുണ്ടാവും. അങ്ങനെ ബത്തൽ കുറച്ച് കായം കൂട്ടിയത് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഡ്ഡലിയൊക്കെ ഏകദേശം ചുട്ട് കയ്യാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ചോറും വെന്തിട്ടുണ്ടായിരുന്നു. അതും ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പണിയെടുക്കുമ്പോൾ അതന്നെ എടുത്തുകൊണ്ടിരിക്കില്ല, മറ്റുള്ള പണികളും കൂടെ എടുക്കാൻ നോക്കും കേട്ടോ. അങ്ങനെ കറക്റ്റ് ടൈമിൽ തീരുള്ളൂ. ചെറുപയർ കറിയാണ് കേട്ടോ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ എണീറ്റ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഞാൻ ചായയും കടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിക്കുള്ളത്. ഇനി ചോറും കൂടെ ആക്കി വെക്കണം കേട്ടോ. മണിയൊക്കെ ആയപ്പോഴേക്കും ചെറിയൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ലിച്ചൂസിന് മദ്രസ ഉണ്ട്. അവൾക്ക് 9 മണിക്കാണ്. 8:30 തന്നെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധാരണ സൈക്കിളിലാണ് പോവൽ. സൈക്കിൾ കേടുവന്നതുകൊണ്ട് ഇനി നടന്ന് പോകണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞാനും ചായയും കടിയൊക്കെ കഴിച്ചു കേട്ടോ. ഇതിനിടയിൽ ഉമ്മ മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റം ഉമ്മ തന്നെയാണ് എന്നും സാധാരണ അടിച്ചു വാരാറ്. ഇനി എനിക്ക് അകത്തുള്ള കുറച്ച് പണികളും കൂടെ ഉണ്ട്. അതിനിടയിൽ ഈ കുട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു. അവളെ ഒന്നും കൂടെ ഉറക്കണം. അവളെ ഉറക്കിയിട്ട് വേണം ഇനി അടുത്ത പണികളൊക്കെ ഒന്ന് എടുക്കാൻ. അവളെ ഉറക്കിക്കെടുത്തി പതുക്കെ അടുക്കളയിലോട്ട് പോയിട്ട് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാനും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യട്ടെ.
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്